വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പുകില്? നിപ്പ വന്നാൽ പ്രശ്നം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകർച്ചപ്പനി വന്നാൽ കൂടി നാടുനീളെ പ്രതിഷേധം ഉന്നയിച്ച ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. 102 സീറ്റിന്റെ മഹാഭൂരിപക്ഷം നൽകി ഈ ആളുകൾ, ജനങ്ങൾ ഇവരെ അധികാരത്തിലെത്തിച്ചത് എന്താണ്? വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റമുണ്ടാകുമെന്ന ഇവരുടെ പ്രചരണത്തിന്റെ ഫലമായാണ്. കഴിഞ്ഞ ദിവസം കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, ഇങ്ങനെ സർക്കാർ ആശുപത്രിയിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നല്ലോ, എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി രസകരമായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ എന്തു പറഞ്ഞും താറടിക്കാം. പക്ഷേ മന്ത്രിസഭയിൽ എത്തിക്കഴിഞ്ഞാൽ, മന്ത്രിയായി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യത്തിനും എടുത്തടിച്ചതുപോലെ മറുപടി പറയാനോ അങ്ങനെ പ്രതികരിക്കാനോ കഴിയുകയില്ല എന്നാണ് കെ മുരളീധരൻ ഒന്നാമത് സമ്മതിച്ചത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ നടപടിയെടുക്കാൻ നടന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിലേക്ക് ജോലിക്കും ആളുകൾ വരില്ല, ചികിത്സയ്ക്കും ആളുകൾ വരില്ല എന്ന ദുർഗതി ഉണ്ടാകും. കെ മുരളീധരൻ പറഞ്ഞതാണ്. ഇതുവരെ ഉണ്ടായ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായ വീഴ്ചകളിൽ ആകെ നടപടി സ്വീകരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്ന വ്യക്തിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിന് മാത്രമാണ്. മറ്റു കാര്യങ്ങളൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല, അതിന് ആഗ്രഹിക്കുന്നുമില്ല. ഇതേ ആളുകൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആ വീണ ജോർജിനെ എന്തൊക്കെയാണ് തെറി പറഞ്ഞത്? ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഞാൻ താരതമ്യപ്പെടുത്തുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയുണ്ടായാൽ പോലും ഉടനെ ആരോഗ്യമന്ത്രിയെ തലങ്ങും വിലങ്ങും ചീത്ത വിളിച്ചില്ലേ? എന്തിന്? ആ പേരിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കുറെ ചീത്ത വിളിച്ചില്ലേ? ആ പേരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ കുറെ ചീത്ത വിളിച്ചില്ലേ? ഇപ്പോ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളിലും നടപടിയെടുക്കാൻ കഴിയുകയില്ല എന്നാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സ്കൂളുകളെയും, സർക്കാർ ആശുപത്രികളുടെ കാര്യം പറയാം, വളരെ ഹൈടെക് ആക്കിയ ഇടതുമുന്നണി സർക്കാർ, ഒരു പിഴവുമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിച്ച ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ മെഡിക്കൽ എറർ, സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള മെഡിക്കൽ എററുകൾ, ആ എററുകളിൽ അന്വേഷണ വിധേയമായ സസ്പെൻഷനുകളും അത് വരുത്തി തീർത്ത ആളുകൾക്കെതിരെ കർശനമായ നടപടികളും സ്വീകരിച്ച ഇടതുമുന്നണി സർക്കാർ. ആ സർക്കാരിനെതിരെ പല ആളുകളെയും കൊണ്ട് ഇരകളായ ആളുകളെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ സമരം നടത്തിയില്ലേ പ്രതിപക്ഷം? ഇപ്പോൾ അവർ ഭരണത്തിൽ കയറിയപ്പോൾ പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും നടപടിയെടുക്കാൻ കഴിയുകയില്ല. ഇത് ജനങ്ങളുടെ കരണക്കുറ്റിക്ക്, വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ കരണക്കുറ്റിക്ക് അടിക്കുന്നത് പോലെയല്ലേ? ഇത് ചോദിക്കേണ്ടത് ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ ഇത് ചോദിക്കേണ്ടത് ഇപ്പോൾ ഒരിക്കലും പറ്റില്ല. ഇനി 5 വർഷം കാത്തിരിക്കണം ജനങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം, ഭരണപക്ഷത്താകുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോകുന്ന അവസ്ഥയാണ് UDFിനുള്ളത്. ഇത് ഒരു വകുപ്പിലെ മാത്രം കാര്യമല്ല, കെ മുരളീധരൻ അത് പച്ചയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം.